ഹലോ ഹായ് പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ മക്കളെ, നാളെ നടക്കാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാനേറെ സാധ്യതയുള്ള കുറച്ചും കൂടെ സെലക്റ്റീവായ ചോദ്യങ്ങളുമായിട്ടാണ്, കുറച്ചും കൂടെ തെരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായിട്ടാണ് സാറെന്ന് വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ നുമാൻ സർ ഫ്രം MS സൊല്യൂഷൻ. എന്തിന് മറ്റൊരു സൊല്യൂഷൻ. മക്കളെ, കൂടുതൽ നമുക്ക് സ്വാഗതം ചെയ്ത് നിൽക്കാൻ സമയമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പിന്നെ ഫാഇലിനെ പഠിക്കുക എന്നുള്ളത്. ഫാഇൽ എന്താണ്? ഫാഇൽ പ്രവൃത്തി ചെയ്ത ആൾക്കാണ് നമ്മൾ എന്ത് പറയാം? ഫാഇലെ എന്ന് പറയുക. പ്രവൃത്തി ചെയ്ത ആൾക്ക്. ഇപ്പൊ ഉദാഹരണം, പോവുക എന്നതൊരു പ്രവൃത്തിയാണ്. അത് ചെയ്ത ആള് പോയവൻ. ഓക്കെ, പിന്നെ പോകുന്നവൻ. ഓക്കെ, പോയി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിന്റെ പിന്നെ ഫാഇൽ എന്താ? പോയവൻ. ഓക്കെ, എഴുതുക, എഴുതുന്നവൻ. എടുക്കുക, എടുക്കുന്നവൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഫിഅല് പറയുകയും ആ ഫിഅല് ചെയ്തവൻ അത് പെണ്ണാകുമ്പോൾ ചെയ്തവളായി മാറും. പോവുക എന്നത് പെണ്ണാകുമ്പോൾ പോയവളായി മാറും. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? ഫിഅലുകൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഇപ്പോൾ ഫഅല എന്ന രൂപത്തിൽ ഫിഅല് വരാറില്ലേ? അല്ലെ? ഫഅല എന്ന രൂപത്തിൽ ഫിഅല് വരാറില്ലേ? അല്ലെ? ഫഅല എന്ന രൂപത്തിൽ ഫിഅല് വരാറുണ്ട്. യഫ്അലു എന്ന രൂപത്തിൽ ഫിഅല് വരാറുണ്ട്. അല്ലെ? യഫ്അലു എന്ന രൂപത്തിൽ ഫിഅല് വരാറുണ്ട്. ഇപ്പൊ ഫഅല രൂപത്തിൽ ദഹബ, കത്തബ, ജലസ ഒക്കെ വരാറുണ്ട്. യഫ്അലു രൂപത്തിൽ യക്തുബു, പിന്നെ യദ്ഹബു ഒക്കെ വരാറുണ്ട്. പിന്നെ തഫ്അലു രൂപത്തിൽ നമുക്ക് എന്ത് വരാറുണ്ട്? തഫ്അലു രൂപത്തിൽ ഫിഅലുകൾ വരാറുണ്ട്. ഇങ്ങനെ ഫിഅലുകൾക്ക് വ്യത്യസ്ത രൂപമുണ്ട്. ഇതേപോലെ ഈ ഫിഅലുകളൊക്കെ ചെയ്യുന്ന ഫാഇലുകൾക്കും വ്യത്യസ്ത രൂപമുണ്ട്. അത് ഒരു പുരുഷൻ പിന്നെ ഫാഇലായി വരുമ്പോൾ വേറെ രൂപമാണ്. രണ്ട് പുരുഷന്മാർ ഫാഇലായി വരുമ്പോൾ മറ്റൊരു രൂപമാണ്. പല പുരുഷന്മാരും അഥവാ പലരും ജംഅ് ഫാഇലായി വരുമ്പോൾ മറ്റു രൂപമാണ്. ഒരു സ്ത്രീ ഫാഇലായി വരുമ്പോൾ, പ്രവൃത്തി ചെയ്തവളായി വരുമ്പോൾ ഒരു രൂപമാണ്. രണ്ട് സ്ത്രീകളാകുമ്പോൾ മറ്റൊരു രൂപം, ജംഅ് രൂപം. ഇങ്ങനെ ഫിഅലുകൾ വ്യത്യസ്ത രൂപമുള്ളതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഫാഇലുകൾക്കും വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും നോക്കി പോകണ്ടോ. ഒരു പുരുഷനാകുമ്പോൾ ആലിമുൻ. കണ്ടോ? ഹുവ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ കൊടുക്കല്? ഹുവ ഒരു പുരുഷനിലേക്ക് ചേരുന്ന ലമീർ അല്ലേ ഹുവ? അല്ലെ? ഹുവ എന്നുള്ളത് അല്ലെ? ഓക്കെ, നോക്കൂ നിങ്ങൾ. അലമ എന്ന വെർബ് എടുക്കുക. അലമ. ഓക്കെ, അലമ എന്നാൽ എന്താ? പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നു എന്നൊക്കെ അർത്ഥം. അറിഞ്ഞു എന്നൊക്കെ അർത്ഥം കേട്ടോ. അലമ അറിഞ്ഞു. അപ്പം അറിയുന്നവൻ ആണ് ആലിമ്. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഇസ്മു ഫാഇൽ വരിക എന്ന് കണ്ടില്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ കത്തബ എന്നെടുക്കുന്നു. കത്തബ എഴുതുന്നവൻ. കാത്തിബുൻ. ദറസ എന്നെടുക്കുന്നു. അതിന്റെ ഫാഇൽ എങ്ങനെ? ദാരിസുൻ. ഏത് ഫാഇല്? ഒരു പുരുഷൻ ഫിഅല് ചെയ്ത ആളായി വരുമ്പോൾ. ഓക്കെ, ആലിമുൻ അവൻ ഒരു ആലിമാണ്. കാത്തിബുൻ അവൻ ഒരു പുരുഷൻ എഴുതുന്നവൻ. ദാരിസുൻ അവൻ ഒരു പുരുഷൻ പഠിക്കുന്നവൻ. ഓക്കെ ആണോ? ഇനി അത് രണ്ടാൾക്കാരാകുമ്പോൾ ദാരിസാനി ആണുങ്ങൾ രണ്ടാൾ, അവർ രണ്ട് പുരുഷന്മാർ എഴുതുന്നവർ, രണ്ട് പുരുഷന്മാർ പോകുന്നവർ, രണ്ട് പുരുഷന്മാർ എടുക്കുന്നവർ. അങ്ങനെ ദാരിസൂന, ദാരിസീൻ, ദാരിസാനി, ദാരിസൂന അവർ പല പുരുഷന്മാരുമാകുമ്പോൾ ദാരിസൂന. ഓക്കെ ആണോ? ഇനിയോ സ്ത്രീ ആകുമ്പോൾ അവൾ ഒരു സ്ത്രീയാണ് പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നവൾ, പ്രവർത്തിക്കുന്നവൾ, കൊടുക്കുന്നവൾ, എടുക്കുന്നവൾ, പോകുന്നവൾ, വരുന്നവൾ എന്നൊക്കെ ഒരു സ്ത്രീ വരികയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി? അതിന് കൂടെ അഡീഷണൽ ആയിട്ട് ഇപ്പൊ നമ്മള് കത്തബനെ നമ്മൾ എന്താക്കി മാറ്റിയില്ലേ? കാത്തിബാക്കി മാറ്റി. അതിനോട് കൂടെ അപ്പൊ പിന്നെ പെണ്ണാകുമ്പോൾ കത്തബ എന്നല്ല വരും. പിന്നെ എന്താ വരിക? കത്തബത്ത് എന്ന് വരും. അപ്പൊ അതെന്തായി മാറും? കാത്തിബത്ത് എന്നായി മാറും. കാത്തിബത്ത് ഒരു തനീസ് ഏറെ കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ മക്കളെ, ദറസത്ത് എന്ന് കൊടുക്കുന്നു. അതിന്റെ ഇസ്മു ഫാഇൽ എങ്ങനെ വരിക? ദാരിസത്ത് എന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇസ്മു ഫാഇലിനെ അഥവാ ഫാഇലിനെ കണ്ടെത്തുന്നത്. ഇത് കണ്ടെത്തേണ്ട രൂപം മനസ്സിലായോ? ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ഏറെ സാധ്യതയുള്ളത് ഒന്നാമത്തെ ആലിമുൻ എന്ന രൂപത്തിലും കാത്തിബത്തുൻ അല്ലെ, ഒരു പുരുഷൻ ഫാഇലായി വന്നതും ഒരു സ്ത്രീ ഫാഇലായി വന്നതിന്റെയും രൂപമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ വരുന്നത് കേട്ടോ. ഇനി രണ്ട് പെണ്ണുങ്ങളാകുമ്പോൾ ലാഇബത്താനി. ഓക്കെ,
പല പെണ്ണുങ്ങളാകുമ്പോൾ ഇപ്പൊ ഖാദിമാത്തുൻ അല്ലെ, ഖാദിമത്തുൻ എന്നുള്ളത് ഖാദിമത്താനി രണ്ടാളാകുമ്പോൾ ഖാദിമാത്തുൻ പല പെണ്ണുങ്ങളുമാകുമ്പോൾ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ഇസ്മു ഫാഇൽ പഠിക്കാനുള്ളത്. നോക്കൂ, ഫാഇലുൻ, ഫാഇലാനി, ഫാഇലൂന. ഫാഇലുൻ അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നവൻ, ഫാഇലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നവൻ, ഫാഇലൂന അവർ പല പുരുഷന്മാരും പ്രവർത്തിക്കുന്നവർ, ഫാഇലത്തുൻ, ഫാഇലത്തുൻ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നവൾ, ഫാഇലത്താനി അവൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നവൾ, ഫാഇലാത്തുൻ അവൾ പല സ്ത്രീകളും പ്രവർത്തിക്കുന്നവൾ. ഇങ്ങനെയാണ് ഇസ്മു ഫാഇലിന്റെ പ്രവർത്തി ചെയ്ത ഒരു പെണ്ണ്, ഒരു ആണ്, രണ്ടാണ്, പല ആണുങ്ങളും. പ്രവർത്തി ചെയ്ത ഒരു പെണ്ണ്, രണ്ട് പെണ്ണ്, പല പെണ്ണുങ്ങൾ. ഇതിന് വ്യത്യസ്ത രൂപങ്ങളാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കള്ളി പൂരിപ്പിക്കോ. ജാലിസോൻ, ജാലിസോൻ. അടുത്ത എന്ത് വരും മക്കളെ? ജാലിസോൻ, ജാലിസാനി അല്ലെ, ജാലിസാനി എന്ന് വരും. അങ്ങനെയെങ്കിൽ ഇവിടെ ജാലിസാത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുൻപ് എന്തായിരിക്കും? തസ്നിയല്ലേ വരേണ്ടത് അല്ലെ. ജാലിസാത്തുൻ എന്ന് ജംഅ വരണമെങ്കിൽ ജാലിസാത്തുൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതെന്താണ്. അത് പിന്നെ പെണ്ണുങ്ങൾ പലരും ഇസ്മു ഫാഇലായി വന്നതാണ്, ജംആയി വന്നതാണ് അല്ലെ. പെണ്ണുങ്ങൾ പലരും അഥവാ പെണ്ണുങ്ങളുടെ ജംഅ എന്തായി ഫാഇലായി വന്നതാണ്. അങ്ങനെയെങ്കിൽ ജാലിസാത്തിന് തൊട്ട് മുമ്പ് എന്ത് കൊടുക്കണം? ഇവിടെ ജാലിസത്ത് എന്ന് കൊടുക്കണം. ജാലിസത്തുൻ, ജാലിസത്തുൻ. പിന്നെ അടുത്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ജാലിസത്താനി, ജാലിസത്താനി, ജാലിസത്താനി എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണോ? ഇസ്മു ഫാഇൽ സെറ്റാണോ? റെഡിയാണോ? ഓക്കെ. ഇനി നോക്കൂ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പൂരിപ്പിക്കൂ. അൽ മുദരിസു, അൽ മുദരിസു ഡാഷ് ഫിൽ കുർസി. ജലസ എന്നാണ് വെർബ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ജലസനെ നമ്മൾ ഇസ്മു ഫാഇൽ ആക്കുമ്പോൾ മുദരിസ് ഒരാളല്ലേ, ഒരാളല്ലേ. ദാരിസുൻ, ദാരിസുൻ, ദാരിസുൻ. ഓക്കെ ആണോ? ഫാത്തിമത്ത്, ഫാത്തിമത്ത്, ഫാത്തിമത്ത് പെണ്ണല്ലേ. പെണ്ണാകുമ്പോൾ ഇവിടെ ഷഹിദത്ത് എന്നാണ് വെർബ് ട്ടോ. അപ്പം ഷാഹിദത്തുൻ, ഷാഹിദത്തുൻ, ഷാഹിദത്തുൻ. ഇനി മുഹമ്മദ്, മുഹമ്മദ്. ഓക്കെ മക്കളെ, എന്താണ്? മുഹമ്മദ്, മുഹമ്മദ്. മുഹമ്മദിനോ കൂടെ എന്താ വരിക? മുഹമ്മദ് കതബ എന്ന ഫീല, മുഹമ്മദ് ആണല്ലേ. അപ്പോൾ കാത്തിബുൻ, കാത്തിബുൻ. ഇനി അവിടെ മുഹമ്മദിന്റെ സ്ഥാനത്ത് ഫാത്തിമ ആണെങ്കിൽ കാത്തിബത്ത് വരുമായിരുന്നു. തുടക്കത്തിൽ കൊടുത്ത മുദരിസിനോട് മുദരിസത്താണെങ്കിൽ ദാരിസിന്മാർ ദാരിസത്തുൻ ആകുമായിരുന്നു അല്ലെ. ബിൻത്ത്, ബിൻത്ത്, ബിൻത്ത് എന്നുള്ളത് എന്താണ് മക്കളെ? ബിൻത്ത് എന്നുള്ളത് അതൊരു പെണ്ണാണ്. ഇവിടെ വെർബ് കൊടുത്ത എന്താ? ദറസത്ത് അല്ലെ. അപ്പൊ ദാരിസത്തുൻ, ദാരിസത്തുൻ, ദാരിസത്തുൻ. ഓക്കെ ആണോ? ബിൻത്തിന്റെ അവിടെ വാലിദാണെങ്കിൽ അല്ലെങ്കിൽ വലതാണെങ്കിൽ ദാരിസുൻ എന്ന് വരുമായിരുന്നു. അപ്പൊ ആണാണെങ്കിൽ ദാരിസുൻ, ഫാഇലുൻ, കാത്തിബുൻ. അതുപോലെ തന്നെ ദാഹിബുൻ. പെണ്ണാണെങ്കിലോ ദാഹിബത്തുൻ, കാത്തിബത്തുൻ, ദാരിസത്തുൻ. പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടാണ് എന്ത് വരിക? ഇത് വരിക. ഓക്കെ ആണോ? മനസ്സിലായോ? അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത് നമ്മുടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ? അഇദ് തർജമതൻ ലിൽ മഹ്ഫൂദ് അബ്ദുൽ അസീസ് ബിസ്തിഖ്ഫാമിൽ അൽ ഇസ്തിമാറാത്ത് ലാത്തി. താഴെ കൊടുത്തിട്ടുള്ള ഇസ്തിമാറാത്ത്. എന്താണ് ഇസ്തിമാറാത്ത്? ഇസ്തിമാറാത്ത് എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? ബയോഡാറ്റ. ഈ ബയോഡാറ്റയുടെ മറ്റൊരു പേരും കൂടെ ഉണ്ട്. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ എൻ്റെ മക്കൾ. ബയാനാത്തു അശ്ശഖ്സിയ. ഓക്കെ, ബയാനാത്തു ശഖ്സിയ എന്നും എന്തിന് പറയാറുണ്ട്? ബയോഡാറ്റക്ക് പറയാറുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു പക്ഷെ ചോദിക്കുന്നത് ബയോഡാറ്റ പിന്നെ ഇസ്തിമാറത്ത് എന്നായിരിക്കും, അല്ലെങ്കിൽ ബയാനത്ത് ഷഖ്സിയ എന്നായിരിക്കും. ഓക്കെ, ബയാനത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ്? ബയോഡാറ്റ എന്ന് തന്നെ. ഇവിടെ ചോദ്യം എന്താ? ഇവിടെ ബയാനാത്തു ഷഖ്സിയ തന്നിട്ടുണ്ട്. എന്താണ് ബയാനാത്തു ഷഖ്സിയ? വ്യക്തിയെ കുറിച്ചുള്ള വിവരണം, വ്യക്തിയെ കുറിച്ചുള്ള പോയിന്റ് ആയിട്ടുള്ള വിവരണം. അതാണ് ബയോഡാറ്റ. അതെങ്ങനെ ഉണ്ടാവാം? അത് ഉണ്ടാവുക മക്കളെ ഇങ്ങനെ ഒരു റൗണ്ടിൽ. ഇവിടെ ഇസ്മുൽ കാമിൽ, മക്കാനുൽ മീലാദ്, ആമുൽ മീലാദ് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിന്റ് ആയിട്ടാണ് എന്ത് കൊടുക്കുക? ഈ ബയാനാത്തു ഷഖ്സിയ കൊടുക്കുക. എന്നാൽ ഇതിൽ നിന്നും ബയാനാത്തു ഷഖ്സിയ കൊടുത്തിട്ട് അതിൽ നിന്നും ഒരാളെ പ്രൊഫൈൽ ചോദിക്കും, തർജുമ ചോദിക്കും. തർജുമ, തർജുമ എന്ന് പറഞ്ഞാൽ എന്താ? തർജുമ എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ, പ്രൊഫൈൽ ട്ടോ. പ്രൊഫൈൽ ചോദിക്കും. ആ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെ? അത് കള്ളി വരച്ചിട്ട് ഇവിടെയുള്ള ഈ ബയാനത്ത് ഷഖ്സിയയിലെ പോയിന്റ് വെച്ചിട്ട് പാരഗ്രാഫ് രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്?
അത് ഉണ്ടാക്കേണ്ടത്. ഓക്കെയാണോ? ഓക്കെ. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കള്ളി വരക്കുക. ഓക്കെ, കള്ളി വരച്ചിട്ട് ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്ത് ആ വ്യക്തിയുടെ പേരെഴുതുക. ഓക്കെ, വ്യക്തിയുടെ പേരെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനടിയിൽ ഓരോ പാരഗ്രാഫ് രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ആക്കുക. ഇത് കംപ്ലീറ്റ് ആക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ മാത്രമല്ല, ഇങ്ങനെ ഒരു ബയാനാത്തു ഷഖ്സിയെ തന്നിട്ട് പോയിന്റായി ബയാനത്തു ഷഖ്സിയെ തന്നിട്ട് അതൊരു തർജുമത്ത് രൂപത്തിലേക്ക് ഒരു പ്രൊഫൈലാക്കി പാരഗ്രാഫ് രൂപത്തിൽ എഴുതാൻ നിങ്ങൾക്ക് കഴിയൂല എങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് എഴുതാൻ കഴിയും. ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു അല്ലേ? ആദ്യം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് പിന്നെ തർജുമത്ത് എന്ന് കൊടുക്കുക. എന്നിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നല്ല എന്ത് വരക്കുന്നു, ഒരു കള്ളി വരക്കുന്നു. ആ കള്ളിയുടെ ഏറ്റവും മുകളിൽ ആര് വരട്ടെ, ആരെക്കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അദ്ദേഹത്തെ പേര് വരട്ടെ. ഇവിടെ ആരെക്കുറിച്ചാ? മഹ്ഫൂദ് അബ്ദുൽ അസീസ് അല്ലേ? അപ്പോൾ അബ്ദുൽ മഹ്ഫൂദ് അബ്ദുൽ അസീസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് എഴുതുന്നത് മക്കളെ, ഈ പറഞ്ഞ പിന്നെ പ്രൊഫൈൽ എഴുതുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഹ്ഫൂദ് അബ്ദുൽ അസീസ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ കുറിച്ച് വലുതാക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു അടിവര കൊടുക്കുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി എങ്ങനെ എഴുതാൻ ഒരു പണിയുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് വുലിദ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. വുലിദ എന്നിട്ടോ വുലിദ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു. ഓക്കെ, വുലിദ എന്നിട്ടോ ആ വ്യക്തിയുടെ പേരെഴുതുക. വുലിദ എന്ന് പറഞ്ഞിട്ട് വ്യക്തിയുടെ പേരെഴുതുക. ഓക്കെ, നെയിം ഓഫ് പേഴ്സൺ, ആരെക്കുറിച്ചാണോ എഴുതുന്നത് അയാളുടെ ആ വ്യക്തിയുടെ പേരെഴുതുക. എന്നിട്ടോ ആ വ്യക്തിയുടെ പേരെഴുതിയിട്ട് ഫി എന്ന് കൊടുക്കുക. അദ്ദേഹം ജനിച്ച സ്ഥലം കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് എഴുതുന്നു, വീണ്ടും നമ്മൾ ഫീ കൊടുക്കുന്നു. ഫീ കൊടുത്തിട്ടോ അദ്ദേഹം ജനിച്ച ഡേറ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇപ്പൊ എന്താ പറഞ്ഞത്, ഈ ബയാനാത്തു ഷഖ്സി അഥവാ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പോയിന്റ് വൈസ് രൂപത്തിലുള്ള ബയാനാത്തു ഷഖ്സിയെ കൊടുത്ത്, അല്ലെങ്കിൽ ഇസ്തിമാറാത്ത് രണ്ടും വരട്ടോ, ഇത് കൊടുത്തിട്ട് ഇതിൽ നിന്നും ഒരു മനുഷ്യന്റെ പ്രൊഫൈല് പാരഗ്രാഫ് രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഒരു കള്ളി വരക്കുന്നു, ഏറ്റവും മുകളിൽ തർജുമത്ത് എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം വുലിദ എന്ന് കൊടുക്കുന്നു, വ്യക്തിയുടെ പേര് എഴുതുന്നു, ഫീ എന്ന് കൊടുക്കുന്നു, അദ്ദേഹം ജനിച്ച പ്ലേസ് എഴുതുന്നു, വീണ്ടും ഫീ കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ ജനന ഡേറ്റ് എഴുതുന്നു. അതിനുശേഷം അവിടെ കൊടുത്ത പോയിന്റുകൾ നോക്കാം നമുക്ക് കേട്ടോ. ഇസ്മുൽ ഉമ്മ് കണ്ടോ, ഇസ്മുൽ ഉമ്മ ഒരു പോയിന്റ് ആണ്. നമുക്ക് അദ്ദേഹം എന്ത് ചെയ്യാം, ഉമ്മുഹ പിന്നെ ഓക്കെ, ഇതിൽ കൊടുത്ത വ്യക്തി ആണോ പെണ്ണോ നോക്കുക. എന്നിട്ട് ആ ആണോ പെണ്ണോ നോക്കിയിട്ട് പിന്നുള്ള ഓരോ പോയിന്റിനോടും കൂടെ ആണാണെങ്കിൽ ഹു ചേർത്ത് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഹാ ചേർത്ത് കൊടുക്കുക. അതെങ്ങനെ എഴുതുക, ഞാൻ സാറ് പറഞ്ഞൊക്കെ മനസ്സിലായില്ലല്ലോ, ഞാൻ ഒന്നും പറഞ്ഞുതരാം. അപ്പൊ ഇസ്മുൽ ഉമ്മ അല്ലെ, ഉമ്മാന്റെ പേര് ആരെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്, മഹ്ഫൂദ് അബ്ദുൽ അസീസ് അല്ലേ, അതാണല്ലേ. അങ്ങനെയെങ്കിൽ ഉമ്മുഹു ആണായതുകൊണ്ട് ഹു, എന്നിട്ട് ഇവിടെ പേര് എഴുതുന്നു. പെണ്ണാണെങ്കിൽ ഇവിടെ ഹാ കൊടുക്കണം. ആണാണെങ്കിൽ പിന്നതും, പെണ്ണാണെങ്കിൽ ഹായും കൊടുക്കണം. എന്നിട്ട് ആ പേര് എഴുതുന്നു, ഉമ്മാന്റെ പേര് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് എന്താ, ഇസ്മുൽ അബ് അല്ലെ, ഉപ്പാന്റെ പേര് വാ എന്ന് കൊടുക്കുന്നു. വ അബൂഹു എന്നും കൊടുക്കാം. ഇനി വേണമെങ്കിൽ വ വാലിദുഹു എന്നും കൊടുക്കാം. പെണ്ണാണെങ്കിലോ ഹാ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ അവരുടെ പേര് എഴുതുന്നു. വാ കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ ഓരോന്നും ജായിസത്തിന്റെ ജവായിസാണ്. ഇനിയിപ്പോ ഒന്നുള്ളെങ്കിൽ ജായിസത്തിന് എഴുതിയോളി, അല്ലെങ്കിൽ ജവായിസാണ്, ജവായിസ് എഴുതാ, ജവായിസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹു വന്നത്, ആണായത് കൊണ്ടാണ് ഹു. പെണ്ണാണെങ്കിൽ
ഹാ വരുമായിരുന്നു. ജാഇസത്തു ഹു, ജാഇസത്തു ഹു കൊടുക്കുന്നു. അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ജാഇസത്തു ഹാ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ നേട്ടം ഇവിടെ എഴുതുന്നു. ഇനി അദ്ദേഹത്തിന്റെ രചനകൾ ഉണ്ടെങ്കിലോ വ മുഅല്ലഫാത്തുഹു, വ മുഅല്ലഫാത്തുഹു ആണാണെങ്കിൽ, പെണ്ണാണെങ്കിലോ ഹാ ചേർത്ത് കൊടുക്കുന്നു. ആ രചനകൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ചേർത്ത് കൊടുക്കുന്നു. ഇവിടൊക്കെ നമ്മളിപ്പോ എന്താ ചെയ്തതൊക്കെ പാടെ കാണുമ്പോൾ സാർ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, എന്തേ ഉള്ളൂ. ആദ്യം നമ്മൾ മുലിത കൊടുക്കുന്നു, വ്യക്തിയുടെ പേര് കൊടുക്കുന്നു, പിന്നെ ഫീ കൊടുക്കുന്നു, പ്ലേസ് അദ്ദേഹം ജനിച്ച പ്ലേസ് കൊടുക്കുന്നു, വീണ്ടും ഫീ കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ ഡേറ്റ് കൊടുക്കുന്നു, പിന്നെ അങ്ങോട്ട് മൊത്തം അദ്ദേഹത്തിന്റെ വിവരണങ്ങളൊക്കെ തന്നെയും ആണാണോ പെണ്ണാണോ നോക്കിയിട്ട്, ആണാണെങ്കിൽ ഹു ചേർത്തിട്ട് പിന്നെ കൊടുക്കുന്നു, പെണ്ണാണെങ്കിൽ ഹാ ചേർത്തിട്ട് കൊടുക്കുന്നു. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. അവസാനം ഇനിയുള്ളൂ, അവസാനം താരീഖുൽ വഫാത്ത്. ഇത് തുവുഫി എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. തുവുഫി, തുവുഫി, തുവുഫി. ഓക്കെ, തുവുഫി, തുവുഫി, ഓ തുവുഫി. ഓക്കെ, തുവുഫി ട്ടോ, തുവുഫി എന്ന് കൊടുത്തിട്ട് അദ്ദേഹം വഫാത്തായ ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഇനി തുവുഫി എന്ന് എഴുതാൻ നിങ്ങൾക്ക് പ്രയാസാണെങ്കിൽ, തുവുഫി എന്ന് എഴുതാൻ നിങ്ങൾക്ക് പ്രയാസാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? വഫാത്തുഹു, വഫാത്തുഹു, വഫാത്തുഹു എന്ന് എഴുതാ. പെണ്ണാണെങ്കിൽ വഫാത്തുഹ എന്ന് എഴുതിയിട്ട് ആ ഡേറ്റോ ആ പ്ലേസും കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായി? തർജുമത്തായി മാറി. നല്ലൊരു ബയാനാത്തു ഷഖ്സിയനെ അല്ലെങ്കിൽ ഇസ്തിമാറാത്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി? പാരഗ്രാഫ് രൂപത്തിലുള്ള പിന്നെ തർജുമത്തിലേക്ക് മാറ്റി. സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കൈക്കൂലിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ പറയണം. കൈക്കൂലിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ. ഒന്ന് അരിഷ്വത്ത്, ഒന്ന് ജസ്റ്റ് നോക്കി പോകണേ. പരീക്ഷയ്ക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ള 2 or 3 മാർക്കിനൊക്കെ നിങ്ങൾക്ക് വരാൻ, 3 മാർക്കിന് മിക്കവാറും 3 മാർക്കിനായിരിക്കും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അരിഷ്വത്തു ജരീമത്തുൻ നഹ്വൽ വതൻ, രാഷ്ട്രത്തിന് അപകടകരമാണ് റിഷ്വ എന്നുള്ളതിലെ. റിഷ്വ എന്ന് പറഞ്ഞാൽ എന്താ? റിഷ്വ എന്ന് പറഞ്ഞാൽ കൈക്കൂലി. റിഷ്വ എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കൂലി. ഓക്കെയാണോ? ഓക്കെയാണോ മക്കളെ? റിഷ്വ എന്താ? കൈക്കൂലി, കൈക്കൂലി. അപ്പൊ കൈക്കൂലി നാടിന് അപകടമാണ്, രാജ്യത്തിന് അപകടമാണ്. അഖ്ദു റിഷ്വത്തി ഹറാമുൻ, റിഷ്വ സ്വീകരിക്കൽ എന്താണ്? റിഷ്വ സ്വീകരിക്കൽ പിന്നെ ഹറാമാണ്, നിഷിദ്ധമാണ്. ഇജ്തനിബി റിഷ്വത, നിങ്ങളെ കൈക്കൂലിൽ നിന്ന് വിട്ടു നിൽക്കുക. അൻഖദിൽ വതന, നാടിനെ രക്ഷിക്കൂ. കൈക്കൂലി ഉദ്യോഗസ്ഥര് കൈക്കൂലി വാങ്ങാൻ നിന്ന് കഴിഞ്ഞാല് നാട് കുട്ടിച്ചോറാകും അല്ലെ? ഇവിടുത്തെ സാധുക്കളൊക്കെ എന്തായി മാറും? കുടുങ്ങിപ്പോകും അല്ലെ? ഓക്കെ. ഇനിയോ റിഷ്വത്തുൽ ഖത്തറുൻ അൽ മുജ്തമിഈ, ഈ പറഞ്ഞ റിഷ്വ എന്നുള്ളത് അത് സമൂഹത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ. നിങ്ങൾക്ക് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നാളെ ചോദ്യം ചോദിച്ചാൽ ചോദിക്കും, മിക്കവാറും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ നിങ്ങൾ നിർബന്ധമായി, നാളെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നിർബന്ധമായും എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചു പോകണം. കൽപ്പന ചൗളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ചാപ്റ്റർ ഒരു 2-3 തവണ, ഇതിന്റെ ക്ലാസ്സുകളൊക്കെ MS സൊല്യൂഷനിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? ആ ക്ലാസ്സുകൾ എടുത്ത് കണ്ടിട്ട്, അതിന്റെ ആപ്പിൽ കയറി കണ്ടിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നല്ലോണം വായിച്ചു പോകണം, ആവർത്തിച്ച് വായിക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുദക്കിറ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, മുദക്കിറ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മുദക്കിറ ചോദിച്ചിട്ട് കൽപ്പനാ ചൗളയുമായി ബന്ധപ്പെട്ട നിഖാത്തുകൾ ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ നിഖാത്തുകൾ, സൂചനകൾ തരും. ആ സൂചനകൾ വെച്ചിട്ട് നിങ്ങളോട് മുദക്കിറ തയ്യാറാക്കണോ, ഫിക്ര തയ്യാറാക്കണോ, വരാൻ മിക്കവാറും ഒരു ചോദ്യം വരും കേട്ടോ. അതേപോലെ ഈ ചോദ്യവും ഒക്കെ അബഖരിയാത്ത താരീഖ്, ചരിത്ര പ്രതിഭകൾ എന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള സുൽത്താന റളിയനെ കുറിച്ചും അതുപോലെ തന്നെ റാണി ലക്ഷ്മി ബായിയെ കുറിച്ചുമുള്ള ഈ 2 ചാപ്റ്റേഴ്സ്, നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഈ 2 ഭാഗങ്ങൾ ശരിക്കും നിങ്ങൾ നോക്കി പോകണം. ഈ വ്യക്തികളെ കുറിച്ച് നാളെ നിർബന്ധമായും 100% ഈ വ്യക്തികളെ കുറിച്ചുള്ള മുദക്കിറയോ ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ വന്നിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നഹ്വുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? പിന്നെ നമ്മളെ നിങ്ങൾ ഈ നിങ്ങളുടെ SLC അവസാന ഭാഗത്ത് എന്ത് പഠിക്കുന്നുണ്ട്?
മുഖാത്തബും മുത്തകല്ലിമും പഠിക്കുന്നുണ്ട് അല്ലെ. മുഖാത്തബും മുത്തകല്ലിമും പഠിക്കുന്നുണ്ട്. 3 ടൈപ്പ് വെർബ് ഉണ്ടാവും. 3 ടൈപ്പ് വെർബ്. ഒന്നെങ്ങനെ? ഒന്ന് ഗായിബ്. ഗായിബ് പറഞ്ഞാല് ആള് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അവൻ ചെയ്തു. ആരാണത്? അവനേതോ ഒരുത്തൻ. ഓക്കെ, അവനേതോ ഒരുത്തനാണ് അല്ലെ. അവൾ ചെയ്തു. അതാരോ ആണ്, ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ ഹാജർ അല്ല, പ്രസന്റിൽ ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ അവർ 2 പേര് ചെയ്തു. ആ 2 പേർ ആരോ ആണ്. അവർ പലരും ചെയ്തു. അത് ഒന്നാവട്ടെ, അത് മുഫറദാവട്ടെ, തസ്നി ആവട്ടെ, ജമ ആവട്ടെ, അവർ ആരൊക്കെയോ ആണ്, നമുക്കറിയില്ല. അപ്പൊ ഇവിടെ എല്ലാത്ത ആളുകളാണ്. അഥവാ ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞത് എന്നർത്ഥം. ഇവിടെ ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു കൂട്ടരെ നമുക്ക് എന്തുണ്ട്, അങ്ങനെ ഒരു ടൈപ്പ് വെർബ് നമുക്ക് അറബിയിൽ കാണാൻ പറ്റും. മറ്റൊന്ന് മുഹാത്തബാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. നീ ഒരു പുരുഷൻ ചെയ്തു. ആണ്ടോ, നീ എന്ന് നമ്മൾ ഒരാൾ പറയണമെങ്കിൽ ആ ആൾ ഇവിടെ ഉണ്ടാവണം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്തു. നിങ്ങൾ 2 സ്ത്രീകളാവട്ടെ, നിങ്ങൾ പല സ്ത്രീകളാവട്ടെ, നിങ്ങൾ ഒരു പുരുഷനാവട്ടെ, നീ 2 പുരുഷനാവട്ടെ, നിങ്ങൾ പല പുരുഷന്മാരാവട്ടെ, ആരായാലും അതൊക്കെ ഇവിടെ ഉള്ളവരാവണം. അപ്പോഴേ നീ എന്നും നിങ്ങളെന്നും നിങ്ങൾ പലരും എന്ന ആ ഒരു ടേം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതിനാണ് മുഖാത്തബ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ, നമ്മൾ പിന്നെ ഗായിബായ ആൾക്കാരെ കുറിച്ച് പറയുന്ന വെർബുകളുമുണ്ട്, മുഖാത്തബ് ഇവിടെയുള്ള ആളുകളെ കുറിച്ച് പറയുന്ന വെർബുകളുമുണ്ട്. പിന്നെ എന്തുണ്ട്? മുത്തകല്ലിമ്, ഞാനും നമ്മളും. ഈ മുഖാത്തബും മുത്തകല്ലിമും നിങ്ങൾ ചാപ്റ്ററിന്റെ അവസാനം പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗായിബിനെ കുറിച്ച്, അഥവാ ഇവിടെ എല്ലാത്ത ആളുകളെ കുറിച്ചുള്ള വെർബുകൾ നമ്മൾ എങ്ങനെ പറയാം, അത് മുദക്കർ വന്നാൽ മുഅന്നസ് വന്നാൽ എങ്ങനെ പറയാം കേട്ടോ. ഫഅല, അതിന്റെ ഏറ്റവും ബേസ് പോകുമ്പോൾ ഫഅല, അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. കണ്ടോ, ഫഅല. മാളിയിൽ നമ്മൾ പറയാൻ പറ്റും, മാളി മുസ്തഖ്ബിൽ 2 ടൈപ്പ് അല്ലേ ഉള്ളൂ അല്ലെ. മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം, മുസ്തഖ്ബിൽ അല്ലെങ്കിൽ മുദാരി വരാൻ പോകുന്ന കാലം. ഓക്കെ, ഇതിൽ ഫഅല, അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. മാളി പറയാൻ നമ്മൾ ആദ്യം തുടങ്ങുക. അവൻ ഒരു പുരുഷൻ എന്നതാണ് നമ്മളെ ഓൾവേസ് തുടങ്ങൽ. പുരുഷന്മാരിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങല്ലേ, പുരുഷന്മാരിൽ ഒരാളെ വെച്ചിട്ട് നമ്മൾ ആദ്യം വെർബ് തുടങ്ങുക. അപ്പൊ ഫഅല, അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. അത് ആരോ ഒരാള്. ഫഅല, അപ്പൊ ഫഅലന്റെ രൂപത്തിൽ കത്തബ എന്ന് എഴുതിയാൽ എന്താ അർത്ഥം? കത്തബ എന്ന് പറഞ്ഞാൽ എന്താ? വെറും എഴുതി എന്നാണ് അർത്ഥം. അല്ല, പിന്നെ അവനൊരു പുരുഷൻ എഴുതി. കത്തബന്റെ കൂടെ പ്രത്യേകം ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവൻ ഒരു പുരുഷൻ എഴുതി അവൻ ഒരു എന്നൊരർത്ഥം അതിനുള്ളിലുണ്ട്. അത് നമ്മൾ കാണൂല, മറഞ്ഞതാണ്. ഫഅല, അവർ 2 പുരുഷന്മാരെഴുതി. ഫഅലു, അവർ പുരുഷന്മാരെഴുതി. അവർ പല പുരുഷന്മാരെഴുതി. അപ്പൊ ഫഅല, അവൻ ഒരു പുരുഷൻ, ആ പുരുഷൻ ആരോ ഒരാൾ, അത് ഗായിബാണ്, ഇവിടെ അല്ല. ഫഅല, അവർ 2 പുരുഷന്മാർ, അത് ആരോ 2 പുരുഷന്മാർ. ഫഅലു, അവർ പല പുരുഷന്മാർ. ഇനിയോ പെണ്ണാണെങ്കിലോ ഫഅലത്ത്, അവൾ ഒരു സ്ത്രീ, അതാരോ ഒരു സ്ത്രീ. അപ്പൊ അവൾ ഒരു പുരുഷനാകുമ്പോൾ ഫഅല, അവൾ ഒരു സ്ത്രീ ആകുമ്പോഴോ ഫഅലത്ത്. ഫഅലത്ത, അവൾ 2 സ്ത്രീകൾ. ഫഅൽന, അവൾ പല സ്ത്രീകൾ. അപ്പൊ ഈ ഒരു ഫോം നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ആണോ? അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു, ഫഅല. അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു, ഫഅല. അവർ പല പുരുഷന്മാർ പ്രവർത്തിച്ചു, ഫഅലു. അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു, ഫഅലത്ത്. അവൾ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു, ഫഅലത. അവൾ പല സ്ത്രീകളും പ്രവർത്തിച്ചു, ഫഅൽന. ഗായിബായ നമ്മൾ, അവർ 2 പുരുഷൻ, അവൻ പല പുരുഷന്മാർ, അവൾ ഒരു സ്ത്രീ, അവൾ 2 സ്ത്രീകൾ, അവർ പല സ്ത്രീകൾ. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇനി എങ്ങനെയെങ്കിലും നോക്കൂ, ഇതൊന്ന് പൂരിപ്പിക്കോ. പിന്നെ റജഅ എന്നുള്ളത് മുദക്കർ എങ്ങനെ വരാം? അവന് പുരുഷൻ പിന്നെ റജാന പ്രതീക്ഷിക്കുക അല്ലെ. റജാന മടങ്ങുക, പ്രതീക്ഷിക്കലുണ്ട്, മടങ്ങുക. ഓക്കെ, മടങ്ങുക. അപ്പൊ നമ്മളെങ്ങനെ എഴുതാ? റജഅ, അവൻ ഒരു പുരുഷൻ മടങ്ങി. റജഅ, അവർ 2 പുരുഷന്മാർ മടങ്ങി. റജഅ, പല പുരുഷന്മാർ. റജഉ. റജഅത്ത്, അവളൊരു സ്ത്രീ മടങ്ങി. റജഅത്ത്. റജഅത അല്ലെ, അവർ 2 സ്ത്രീകൾ മടങ്ങി എന്നെങ്ങനെ പറയാം മക്കളെ? നമ്മൾ നേരെ പഠിച്ച പ്രകാരം റജഅത. ഇനിയോ അടുത്തത്, അവർ പല സ്ത്രീകളും മടങ്ങി. റജഅന, എന്താണ് പറയാ? റജഅന. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, സെറ്റല്ലേ? ഇനി നമ്മളിത് നമ്മൾ മാളിയിലെ ഗായിബായ അവൻ ഒരു പുരുഷൻ, അവർ 2 പുരുഷൻ, അവർ പല പുരുഷന്മാർ. മാളിയിലെ ഗായിബായ, അത് മറഞ്ഞ, അവിടെ അല്ലാത്ത, അവൾ ഒരു സ്ത്രീ, അവർ 2 സ്ത്രീ, അവർ പല സ്ത്രീകൾ. അത് നമ്മൾ പഠിച്ചു. അതിന്റെ ഒരു ഉദാഹരണം സഹിതം നമ്മൾ ചെയ്ത് നോക്കി. ഇനി മുദാരിഇലെ അവൻ ഒരു പുരുഷൻ ചെയ്യും, അവർ 2 പുരുഷന്മാർ ചെയ്യും. മറ്റേത് ചെയ്തു എന്ന് പറയുന്നത്, ഇത് ചെയ്യും മുദാരിയാണ്, ഭാവിയാണ്, പിന്നെ ഫ്യൂച്ചറാണ്.
അവർ പല പുരുഷന്മാർ ചെയ്യും, അവൾ ഒരു സ്ത്രീ ചെയ്യും, അവൾ 2 സ്ത്രീകൾ ചെയ്യും, അവൾ പല സ്ത്രീകളും ചെയ്യും. ഇതെങ്ങനെ നമ്മൾ നോക്കൂ, യഫ്അലു അവനൊരു പുരുഷൻ ചെയ്യും. അപ്പോ കതബ എഴുതി, അവനൊരു പുരുഷൻ എഴുതും. യക്തുബു യക്തുബു യക്തുബു. യദ്ഹബു എന്താ കരപ്പം, യദ്ഹബു അവനൊരു പുരുഷൻ പോകും. യദ്കുറു യദ്കുറു എന്ന് പറഞ്ഞാൽ എന്താ കരം, അവനൊരു പുരുഷൻ ഓർക്കും. യജ്ലിസു അവനൊരു പുരുഷൻ ഇരിക്കും. യഫ്അലു യഫ്അലാനി അവർ 2 പുരുഷന്മാർ ഇരിക്കും. യഫ്അലൂന അവർ പല പുരുഷന്മാരും ഇരിക്കും. അപ്പൊ യദുറുസൂന എന്താ, അവർ പല പുരുഷന്മാരും പഠിപ്പിക്കും, അല്ലെ, പഠിക്കും. അതുപോലെ തന്നെ യഅലമൂന അവർ പല പുരുഷന്മാരും അറിയും. യക്തുബൂന അവർ പല പുരുഷന്മാരും എഴുതും. അതുപോലെ തന്നെ അത് പെണ്ണാണെങ്കിൽ അവൾ ഒരു സ്ത്രീ എഴുതും, പ്രവർത്തിക്കുമെന്നാണ് തഫ്അലു. അപ്പൊ അത് അവൾ ഒരു സ്ത്രീ എഴുതും, തക്തുബു. അവൾ 2 സ്ത്രീകൾ എഴുതും, തക്തുബാനി അഥവാ തഫ്അലാനി രൂപത്തിൽ. അല്ലെങ്കിൽ അവൾ 2 സ്ത്രീകൾ എന്ത് ചെയ്തും, പോകും, തദ്ഹബാനി. ഇനി അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കും, യഫ്അൽന. അപ്പം അവർ പല സ്ത്രീകളും പോകും, പിന്നെ യദ്ഹബിന. ഓക്കെ, യഫ്അൽന രൂപത്തിൽ യദ്ഹബിന, യഫ്അൽന രൂപത്തിൽ യദ്ഹബിന യദ്ഹബിന യദ്ഹബിന. അവൾ പല സ്ത്രീകളും പിന്നെ ഇരിക്കും, യജ്ലിസ്ന യജ്ലിസ്ന. അവർ പല സ്ത്രീകളും പഠിക്കും, യദുറുസ്ന. ഈ രൂപത്തിലാണ് ഇത് എഴുതേണ്ടത്. ഇനി മുദക്കർ നമ്മൾ ചേർത്ത് തർജീ എന്നോട് കൊടുത്തില്ലേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റജാൻ്റെത് അല്ലേ, അവനൊരു പുരുഷൻ റജ മടങ്ങി എന്നല്ലേ, അപ്പൊ മടങ്ങും, അവനൊരു പുരുഷൻ മടങ്ങും. യർജിഉ റജഅ യർജിഉ അവനൊരു പുരുഷൻ മടങ്ങും. 2 പുരുഷന്മാർ മടങ്ങും, യർജിഅനി അല്ലേ, നമ്മൾ പഠിച്ച പ്രകാരം യർജിഅനി. പല പുരുഷന്മാരാകുമ്പോഴോ യർജിഊന. എങ്ങനെ പറയേണ്ടത്, യർജിഊന യർജിഊന യർജിഊന. ഓക്കെയാണോ? ഇനിയോ അവൾ ഒരു സ്ത്രീ മടങ്ങും, തെർജിഉ. 2 സ്ത്രീകളാകുമ്പോഴോ തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ പോരെ, അല്ലേ, തെർജിഉ തെർജി ആനി തെർജിആനി. പല സ്ത്രീകളാകുമ്പോൾ തെർജിഅന അല്ലേ, പല സ്ത്രീകളാകുമ്പോൾ യർജിഅന യർജിഅന യർജിഅന. ഓക്കെ, യർജിഅന യർജിഅന. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായോടാ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെയാണോ മക്കളെ? ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന മറ്റൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ചാപ്റ്ററിലുണ്ട് നുലാഹദുൽ കലിമാത്തിൽ മുലവ്വന വനസ്തഅമിലുഹാ ഫി ജുമൽ. ഓക്കെ, നിങ്ങളുടെ ചാപ്റ്ററിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നഹ്വിയായ ഭാഗം എന്ന് പറയാം, അല്ലേ. നമ്മൾ എങ്ങനെ ചോദിക്കൂലേ, ഞാൻ പിന്നെ പൂർത്തിയാക്കാം, അല്ലേ, ഞാൻ പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഓക്കെ 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 ഞാൻ നിന്നെ സഹായിക്കാം. ഓക്കെ, ഞാൻ നിനക്ക് തരാം, ഞാൻ നിന്നോട് പറയാം. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അപ്പം ഞാൻ നിന്നോട് പറയാം, എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, ലെറ്റ് മീ ടോക്ക്, ലെറ്റ് മീ ടോക്ക്. ഞാൻ എടുക്കാം, ലെറ്റ് മീ ടേക്ക്, ലെറ്റ് മീ ടേക്ക്. ഇത് നമ്മളെങ്ങനെ, ഈ ലെറ്റ് മീ ഉണ്ടല്ലോ, ഈ ലെറ്റ് മീ ആണ് ഈ പറയുന്ന ദഅനി. ഓക്കെ, ദഅനി എന്ന് കൊടുത്താൽ ലെറ്റ് മീ എന്നായി. അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ കണ്ട നിങ്ങൾ ഉസാഇദ്ക എന്നുള്ളത് സാഅദ എന്ന വെർബിന്റെ മുത്തകല്യം എന്താ, അല്ലെ? ഞാൻ സാഅദ സഹായിക്കുക, ഞാൻ സഹായിക്കും എന്നെങ്ങനെ പറയാം നമ്മള്? ഉസാഇദു. ഏതുപോലെ ഇപ്പം ഫഅല അതിൻ്റെത് എങ്ങനെയാ? അഫ്അലു എന്നല്ലേ, അഫ്അലു അല്ലേ, നമ്മൾ ബേസിക് ഫോം തന്നെ അല്ലേ. ഫഅലൻ്റെത് അഫ്അലു, ഫഅല പ്രവർത്തിച്ചു, അഫ്അലു ഞാൻ പ്രവർത്തിക്കും, അല്ലെ. ഉസാഇദു ഞാൻ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ വായിക്കും, അഖ്റഉ അല്ലേ. ഖറഅ എന്നതിൻ്റെ കൂടെ നമ്മൾ ഖറഅ വായിച്ചു, ഞാൻ വായിക്കും, അഖ്റഉ. ഈ ഞാൻ ചെയ്യും, ഞാൻ വായിക്കും, ഞാൻ എടുക്കും, ഇതിൻ്റെ ഒരു രൂപം ഉണ്ടല്ലോ, തുടക്കത്തിൽ ആയും ഊയും വന്നുള്ള രൂപം, അല്ലേ. ഇപ്പോൾ ഉസാഇദു അല്ലെങ്കിൽ അഖ്റഉ, ഒന്നെങ്കിൽ ഊ വെച്ചിട്ട് അല്ലെങ്കിൽ ആ വെച്ചിട്ട്. ഞാൻ ചെയ്യും, ഞാൻ എടുക്കും, ഈ ഞാൻ എന്ന അർത്ഥം വരെ നമ്മൾ ഇതിലെ കൊടുക്കല്. ഇതാണ് ദഅനിക്കു ശേഷം വരേണ്ടത്. അങ്ങനെയെങ്കിൽ ദഅനി ഉസാഇദ്ക.
ദാനി അത്തസിൽ ബിഹി ആണോ, അത്തസിൽ ബിഹി. ഓക്കെ, ഞാൻ നിന്നെ ബന്ധപ്പെടും. ദാനി അഖുംബിൽ ആമലിയ, എന്നെ നിങ്ങൾ എന്ത് ചെയ്യും, എന്നെ നിങ്ങൾ പിന്നെ ഇതിന് അനുവദിക്കൂ, ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിക്കൂ അല്ലേ. അപ്പം ലെറ്റ് മീ പിന്നെ ഡു ഗോ വിത്ത് ദ ഓപ്പറേഷൻ, ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഇവിടെ നമ്മളിപ്പോ നോക്കൂ, അഖും കാമ, കാമ എന്നതിന്റെ കൂടെ നമ്മൾ ഞാൻ എന്ന അർത്ഥം വരാൻ അഖും അല്ലേ കൊടുക്കുക അല്ലേ. കുറച്ച് നിങ്ങൾ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ ദഹബ അദ്ഹബു, കതബ അക്തുബു, പിന്നെ യക്തുബു അക്തുബു, യക്തുബു അക്തുബു, യഫ്അലു അഫ്അലു, യദ്ഹബു അദ്ഹബു, പിന്നെ യർജിഉ അർജിഉ, സാഅദ യുസാഇദു, പിന്നെ ഉസാഇദു, കതബ യക്തുബു അക്തുബു, ഇങ്ങനെ തുടങ്ങി ഞാൻ എന്ന അർത്ഥം വരുന്ന ഈ സാധനങ്ങളാണ് ഏതിനു ശേഷം കൊടുക്കുന്നത്, ദാനിക്ക് ശേഷം കൊടുക്കുന്നത്. ഈ ഒരു ചോദ്യവും നിങ്ങൾക്ക് നാളെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സ്പെസിഫിക് ആയ വളരെ സെലക്റ്റീവായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളും നമ്മുടെ ലൈവുകളൊക്കെ കണ്ട് നാളെ വളരെ ആത്മാർത്ഥത്തോടെ പരീക്ഷയ്ക്ക് പോകണേ എന്നൊരിക്കൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിജയാശം നേരുന്നു. ഓക്കെ, ഇറ്റ്സ് മീ നുമാൻ സർ ഫ്രം എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിനും മറ്റൊരു സൊല്യൂഷൻ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.